ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒന്നാം വാർഷികത്തിൽ രാജ്യം 88 മണിക്കൂർ നീണ്ടുനിന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ പൂർണ്ണമായി തകർത്തത്. വാർഷികം കണക്കിലെടുത്ത് അതിർത്തി പ്രദേശങ്ങളിലടക്കം കനത്ത ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട പുതിയ ദൃശ്യങ്ങൾ പ്രതിരോധ സേനകൾ പുറത്തുവിട്ടു. ഇന്ന് ജയ്പൂരിൽ ഒന്നാം വാർഷികത്തിന്റെ ഭാഗമായി പ്രതിരോധ സേനകളുടെ സംയുക്ത വാർത്താ സമ്മേളനവും നടന്നു. രാജ്യത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ ഉന്നതരെ അടക്കമാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ വകവരുത്തിയത്. എങ്ങനെയായിരുന്നു ദൌത്യം ഇന്ത്യ വിജയകരമായി പൂർത്തിയാക്കിയതെന്ന് നമുക്കൊന്ന് നോക്കാം. നമസ്കാരം. 2025 ഏപ്രിൽ 22 ആ ദിവസം ഒരു ഇന്ത്യക്കാരനും മറക്കാൻ സാധിക്കില്ല. ശാന്തമായിരുന്ന കശ്മീർ താഴ്വരയിലെ പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറിയ ഭീകരവാദികൾ നിമിഷങ്ങൾക്കകം പ്രദേശവാസിയായ യുവാവിനെ അടക്കം 27 പേരെയാണ് കൊല ചെയ്തത്. അതിൽ ഒരു മലയാളിയും ഉൾപ്പെടുന്നുണ്ട്. ആക്രമണത്തിന് ശേഷം പതിവ് പല്ലവിയാണ് പാകിസ്ഥാൻ നടത്തിയത്. എന്നാൽ പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകര ആക്രമണം ആണ് നടന്നത് എന്ന് തെളിവുകൾ സഹിതം ഇന്ത്യ കണ്ടെത്തുകയുണ്ടായി. തൊട്ടു പിന്നാലെ ഇന്ത്യ നയതന്ത്ര യുദ്ധവും ആരംഭിച്ചു. അതിൽ ഏറ്റവും പ്രധാനം എന്നത് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചു എന്നുള്ളതായിരുന്നു. 1965-ലെയും 71-ലെയും യുദ്ധകാലത്ത് പോലും ഇത്രയും കടുത്ത ഒരു തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരുന്നില്ല. അതുകൊണ്ടും അവസാനിപ്പിച്ചില്ല. വാഗ അട്ടാരി അതിർത്തി അടച്ചു. ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോട് രാജ്യം വിടുവാനടക്കം നിർദ്ദേശം നൽകി. ഇത്തരം കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമ്പോഴും പാകിസ്ഥാന് ഒരു കാര്യം ഉറപ്പായിരുന്നു: ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സൈനികമായ ഒരു തിരിച്ചടി ഉണ്ടാകും. ആ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി പാകിസ്ഥാനുമേൽ ഇന്ത്യ സൈനികമായ പ്രഹരം ഏൽപ്പിച്ചത്. അത് മെയ് 7 ആയിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തെയല്ല ഇന്ത്യ ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെയുമല്ല ലക്ഷ്യം വെച്ചത്. മറിച്ച് നിരപരാധികളായ ഇന്ത്യക്കാരുടെ ജീവൻ തുടർച്ചയായി അപഹരിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദികളെ അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ ആയിരുന്നു ഇന്ത്യ ആക്രമണം നടത്തിയത്. മെയ് 7 ആരംഭിച്ച ആ സൈനിക നടപടി കേവലം 3 ദിവസം മാത്രമേ ഇന്ത്യക്ക് നീട്ടിക്കൊണ്ടു പോകേണ്ടി വന്നുള്ളൂ. 10 തന്നെ, കൃത്യമായി പറഞ്ഞാൽ മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയോട് വെടിനിർത്തൽ അഭ്യർത്ഥനയുമായി എത്തി. ആ അഭ്യർത്ഥന ഇന്ത്യ സ്വീകരിച്ചു. അങ്ങനെയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത് വലിയ വിജയമായി മാറിയത്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ മണിക്കൂറുകൾക്കകം തന്നെ ഇന്ത്യയോട് വെടിനിർത്തൽ ആവശ്യപ്പെട്ടത്? എന്താണ് പാകിസ്ഥാൻ പിന്തിരിയാൻ കാരണം? എങ്ങനെയാണ് ഈ സൈനിക നടപടി ഇന്ത്യ വിജയിച്ചെടുത്തത്? നോക്കാം നമുക്ക് വിശദമായി. ഏപ്രിൽ 22 പഹൽഗാമിൽ തീവ്രവാദ ആക്രമണം ഉണ്ടായത്. എന്നാൽ ഇന്ത്യ സൈനികമായി തിരിച്ചടിച്ചത് 14 ദിവസങ്ങൾക്ക് ശേഷം ആയിരുന്നു. മെയ് 7 പുലർച്ചെ 1:30 2 മണിക്കും ഇടയിൽ കേവലം 25 മിനിറ്റ് മാത്രമായിരുന്നു ആ ഓപ്പറേഷൻ. അതായത് ഇന്ത്യയിലെ അമ്മമാരുടെ, നമ്മുടെ സഹോദരിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായിച്ച പാക് തീവ്രവാദികൾക്ക് ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യ നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ആക്രമിച്ചത് പാകിസ്ഥാനിലെ 9 തീവ്രവാദ കേന്ദ്രങ്ങളെ ആയിരുന്നു. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ബഹാവൽപൂരിലെ മർക്കസ് സുബാനല്ല എന്നുള്ളതാണ്. തീവ്രവാദ നേതാക്കൾക്കും തീവ്രവാദ കേന്ദ്രങ്ങൾക്കും മർക്കസ് സുബാനല്ല എന്നത് അത്രമേൽ തന്ത്രപ്രധാനമായ കേന്ദ്രം ആണ്. ഇതാ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് മർക്കസ് സുബാനല്ലയിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ആണ്. ഇതിൽ വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നു 4 സ്പോട്ടുകൾ ആണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ഈ 4 സ്പോട്ടുകളിൽ കൃത്യമായി ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിച്ചു. ആക്രമണത്തിന് മുമ്പും ശേഷവും ഉള്ള ദൃശ്യങ്ങൾ ആണ് ഈ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി വിളിച്ചു പറയുന്നുണ്ട്.
നേരത്തെ ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയതുപോലെ ഒരു ക്ലിനിക്കൽ സർജറിയുടെ വ്യക്തതയോട് കൂടിയുള്ള ആക്രമണം, അതായത് തീവ്രവാദ കേന്ദ്രത്തെ മാത്രം ലക്ഷ്യം വെച്ചുള്ള ആക്രമണം. ഇനി ഇതേ ആക്രമണത്തിന്റെ ഗ്രൗണ്ട് വിഷ്വൽസ് കൂടി നമുക്ക് ലഭ്യമാണ്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നു എത്രത്തോളം ശക്തമായ ആക്രമണം ആണ് ഇന്ത്യ നടത്തിയത് എന്നുള്ളത്. 15 ഏക്കർ വിസ്തൃതമായ ഈ കേന്ദ്രം ജെയ്ഷെ മുഹമ്മദിന്റെ തന്ത്രപ്രധാനമായ തീവ്രവാദ കേന്ദ്രം ആണ്. മൗലാന മസൂദ് അസർ എന്ന കൊടും കുറ്റവാളിയുടെ കേന്ദ്രം ആണിത്. മൗലാന മസൂദ് അസറിന് തൻ്റെ കുടുംബത്തിൽപ്പെട്ട 10 പേരെ നഷ്ടമായി എന്ന് സമ്മതിക്കേണ്ടി വന്നു ഈ ആക്രമണത്തിലൂടെ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആക്രമണം നടന്നത് മുറിദ്കയിൽ ആയിരുന്നു. മർക്കസ് തൈബ എന്ന തീവ്രവാദ കേന്ദ്രത്തിന് നേരെ ആയിരുന്നു ആക്രമണം. ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുക. മുറിദ്കയിലെ സൈനിക സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന തീവ്രവാദ കേന്ദ്രത്തിൻ്റെ നേരത്തെയും ആക്രമണത്തിന് ശേഷവുമുള്ള സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ ആണിത്. ഇവിടെ 4 സ്പോട്ടുകൾ ആണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ആ 4 സ്പോട്ടുകളിൽ കൃത്യമായി ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. ലാഹോറിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ 200 ഏക്കറിൽ ആയി വ്യാപിച്ചു കിടക്കുന്ന തീവ്രവാദ കേന്ദ്രം ആണിത്. എടുത്തു പറയേണ്ടത് മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കാളിയായിരുന്ന അജ്മൽ കസം പരിശീലനം നേടിയത് ഈ ഭീകരവാദ കേന്ദ്രത്തിൽ നിന്നാണ് എന്നതാണ്. മൂന്നാമത്തെ ലക്ഷ്യം എന്നത് മർക്കസ് അബാദ് ആയിരുന്നു. മർക്കസ് അബാദിന്റെ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ ആക്രമണത്തിന് മുമ്പും ശേഷവും ഉള്ള സാഹചര്യം എന്ത് എന്നത് വ്യക്തമാണ്. മർക്കസ് അബാദിൽ ആണ് തീവ്രവാദികൾക്ക് ചാവേറുകൾ ആകുവാനുള്ള പരിശീലനം നൽകുന്നത്. ആക്രമണം നടത്തുക, അതോടൊപ്പം സ്വയം മരിക്കുക, അങ്ങനെയുള്ള പരിശീലനം നൽകുന്ന കേന്ദ്രത്തിൽ കൂടിയാണ് ഇന്ത്യ അതിശക്തമായ ആക്രമണം നടത്തിയത്. സിയാൽകോട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളിൽ ഒന്നാണ് മഹ്മൂന ജോയ. നേരത്തെ സൂചിപ്പിച്ചത് ജെയ്ഷെ മുഹമ്മദിന്റെയും അതോടൊപ്പം തന്നെ ലഷ്കർ ഇ തോയ്ബയുടെയും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ആണ് എങ്കിൽ ഹിസ്ബുൾ മുജാഹിദീന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദ പരിശീലന കേന്ദ്രം ആണ് ഈ കാണുന്ന മഹ്മൂന ജോയ. ഇതും സിയാൽകോട്ടിൽ ആണ് ഉള്ളത്. സർക്കാർ സ്കൂൾ മറയാക്കിക്കൊണ്ടാണ് ഇവിടെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പാകിസ്ഥാനിൽ 21 തീവ്രവാദ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. അതിൽ ഏറ്റവും തന്ത്രപ്രധാനമായ 9 കേന്ദ്രങ്ങളെ ആണ് സ്പോട്ട് ചെയ്തത്. ആ 9 കേന്ദ്രങ്ങളിൽ ആണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി എന്ന നിലയിൽ സൈന്യത്തെ ആക്രമിക്കാനോ സാധാരണക്കാരായ ആളുകളെ ആക്രമിക്കാനോ നമ്മുടെ സേനാ വിഭാഗങ്ങൾ തയ്യാറായില്ല. മറിച്ച് വളരെ കൃത്യമായി തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ മാത്രമായിരുന്നു ആക്രമണം നടത്തിയത്. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയോടൊപ്പം ഇന്ത്യയുടെ അഭിമാനമായി മാറിയ 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ കൂടി ചേർന്നുകൊണ്ടായിരുന്നു വാർത്താ സമ്മേളനത്തിൽ എങ്ങനെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നത് വ്യക്തമാക്കിയത്. 7-ാം തീയതി രാത്രി ഇന്ത്യ തീവ്രവാദ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ ചെറുതായൊന്നുമല്ല പാകിസ്ഥാനെ ചൊടിപ്പിച്ചത്. പാകിസ്ഥാൻ അതിന് നൽകിയ മറുപടി എന്നത് ഇന്ത്യയിലെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ഉള്ള ആക്രമണങ്ങൾ ആയിരുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ അതിർത്തി ഗ്രാമങ്ങളിൽ പൂഞ്ചിലും രജൌരിയിലും പത്താൻകോട്ടിലും ഉദ്ധംപൂരിലുമെല്ലാം പാകിസ്ഥാൻ ആക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. 100 കണക്കിന് ഡ്രോണുകൾ ആണ് ഇന്ത്യയിലെ അതിർത്തി ഗ്രാമങ്ങളിലേക്ക് അവർ പായിച്ചുകൊണ്ടേയിരുന്നത്. ഒപ്പം ഷെൽ ആക്രമണവും. ജമ്മു കാശ്മീരിന് മാത്രമല്ല, ഹരിയാനയും രാജസ്ഥാനും അതിർത്തി സംസ്ഥാനമായ പഞ്ചാബുമൊക്കെ അവർ ലക്ഷ്യം വെച്ചു. കാരണം ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾക്ക് നേരെ ആയിരുന്നു. അതിൽ സൈനിക താവളങ്ങൾ ഉണ്ട്, വ്യോമത്താവളങ്ങൾ ഉണ്ട്. ഒപ്പം സൈനിക വ്യോമത്താവളങ്ങളെ സംയോജിപ്പിക്കുന്ന ഏകോപിപ്പിക്കുന്ന തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്കുണ്ട്. 11 കേന്ദ്രങ്ങളെ ആയിരുന്നു ഇന്ത്യ ലക്ഷ്യം വെച്ചത്. ആ 11 കേന്ദ്രങ്ങളിലും കൃത്യമായി പ്രഹരമേൽപ്പിക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. അതും ഒരു യുദ്ധസന്നാഹത്തോടെ, അത്രമേൽ കരുതലോടെ ഇന്ത്യക്ക് എതിരെ നിന്നിരുന്ന, ആണവായുധം അടക്കം പ്രയോഗിക്കും എന്ന് ഭീഷണിപ്പെടുത്തിയ രാജ്യത്തിനകത്ത് ചെന്നാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം ഇന്ത്യ നടത്തിയത്. ആ ആക്രമണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ എടുത്തു പറയേണ്ടത് പസ്ഡൂർ വ്യോമത്താവളം എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ
ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു. പസ്ഡൂർ വ്യോമത്താവളത്തിൽ എങ്ങനെയാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് എന്നുള്ളത്. ഇത് പഞ്ചാബിൽ, പാകിസ്ഥാനിലെ പഞ്ചാബിൽ സ്ഥിതി ചെയ്യുന്ന വ്യോമത്താവളം ആണ്. സിയാൽകോട്ടിന് സമീപം ആണ് ഈ വ്യോമത്താവളം. ഈ വ്യോമത്താവളം ആക്രമണത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു, ആക്രമണത്തിന് ശേഷം എങ്ങനെ എന്നുള്ളതാണ് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ അടുത്ത ആക്രമണം നടത്തിയത് ജേക്കബാദ് വ്യോമത്താവളത്തിലേക്ക് ആയിരുന്നു. ദൃശ്യങ്ങളിൽ കാണാം, ഇത് സിന്ധ് പ്രവിശ്യയിൽ പ്രവർത്തിക്കുന്ന വ്യോമത്താവളം ആണ്. ഈ വ്യോമത്താവളത്തിന്റെ റൂഫ് അടക്കം ആക്രമണത്തിൽ തകർന്നു എന്നത് ഈ സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. എടുത്തു പറയേണ്ടത് അമേരിക്ക അഫ്ഗാൻ ദൗത്യത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തിയ വ്യോമത്താവളം കൂടിയാണ് എന്നുള്ളതാണ്. മൂന്നാമതായി ഇന്ത്യ ആക്രമണം നടത്തിയത് റഹീം യാർഖാൻ എയർബേസിൽ ആയിരുന്നു. പാകിസ്ഥാനെ ഭയപ്പെടുത്തിയ ആക്രമണം നടന്നത് നൂർഖാൻ എയർ സ്പേസിൽ ആയിരുന്നു, നൂർഖാൻ ക്യാമ്പിൽ ആയിരുന്നു എന്നുള്ളതാണ്. നൂർഖാൻ വ്യോമത്താവളത്തിൽ സൈനിക ക്യാമ്പിൽ എത്രത്തോളം വലിയ നാശനഷ്ടങ്ങൾ ആയിരുന്നു വരുത്തിവെച്ചത്. ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ മാത്രമാണ് പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്കുള്ള ദൂരം എന്നുള്ളതാണ്. അപ്പോൾ വേണ്ടി വന്നാൽ ഇന്ത്യ ആണവ നിലയങ്ങൾ അടക്കം തകർക്കും. അതിന് ഇന്ത്യക്ക് ഒരു മടിയുമില്ല, ഇന്ത്യക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കും എന്ന് പറഞ്ഞ പാകിസ്ഥാനെ അവിടെ എത്തി ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ശേഷിയുണ്ട് എന്ന് വ്യക്തമാക്കിയ ആക്രമണം ആയിരുന്നു ഇത്. ഇതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ടി വരുന്നത് ഖിരാന മലനിരകൾ എന്നത് ആണവ സമ്പുഷ്ട കേന്ദ്രം ആണ്. ഖിരാന മലനിരകൾ, ഖിരാന മലനിരകളിലേക്ക് അടക്കം ഇന്ത്യയുടെ സൈന്യം ആക്രമണം നടത്തുമ്പോൾ അത് പാകിസ്ഥാന് വലിയ വെല്ലുവിളിയായി മാറി. എത്രത്തോളം കൃത്യതയോടെ, വ്യക്തതയോടെയാണ് നമ്മൾ ആ ആക്രമണം നടത്തിയത് എന്ന് പാകിസ്ഥാൻ തിരിച്ചറിഞ്ഞു. പ്രധാനപ്പെട്ട 11 കേന്ദ്രങ്ങളിൽ നമ്മൾ നടത്തിയ ആക്രമണത്തെ സംബന്ധിച്ചും വളരെ കൃത്യമായ സ്ഥിരീകരണം സൈനിക വക്താക്കളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായത്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ നുണകളുടെ ചീട്ടുകൊട്ടാരം ആണ് പടുത്തുയർത്തിയത്. എല്ലാ നുണപ്രചാരണങ്ങളും നുണ ബോംബുകളും നിർവീര്യമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു. പാകിസ്ഥാൻ നുണ കൊണ്ട് ചീട്ടുകൊട്ടാരം പടുത്തുയർത്തുമ്പോൾ ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എങ്ങനെയാണ് നമ്മൾ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചത്, എങ്ങനെയാണ് നമ്മൾ സൈനിക നടപടിയുമായി മുന്നോട്ട് പോയത്. അത് ദൃശ്യങ്ങളുടെ, സാറ്റലൈറ്റ് ദൃശ്യങ്ങളുടെ, ഗ്രൗണ്ട് വിഷ്വലുകളുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നു. ഓപ്പറേഷൻ സിന്ധു വലിയ വിജയം കൈവരിക്കുമ്പോൾ ഇന്ത്യ ഒരു കാര്യം ഉറപ്പിച്ചു പറയുന്നു: മറ്റൊരു രാജ്യത്തിൻ്റെയും പരമാധികാരത്തിലേക്ക് കടന്നു കയറാൻ നമ്മുടെ രാജ്യം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ ഒരു യുദ്ധത്തിനും നമ്മൾ മടിക്കില്ല. കാരണം ഇത് മാറുന്ന ഇന്ത്യ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.